നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് വ്യാപാരവും ലഹരിമരുന്ന് ദുരുപയോഗവും തടയാൻ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ തയ്യാറാക്കിയ പരിഷ്കരിച്ച നിയമത്തിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. ലഹരിക്കടത്ത് നടത്തുന്നവർക്ക് വധശിക്ഷ ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾക്ക് അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച് ഇറാൻ. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്ന് നിർദ്ദേശം. ഹോർമുസിനെ സൈനിക നിയന്ത്രണത്തിലാക്കാൻ ഇറാന്റെ നീക്കം. ഇറാൻ എണ്ണ വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കി യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളും. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഡൽഹിയിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രിയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. കരാർ വളർച്ചയുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വീണ്ടും രൂക്ഷം. 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം. SMS-ലൂടെ മുൻകൂട്ടി അറിയിക്കും. നിയന്ത്രണം പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ സാധിക്കില്ലെന്ന് വിലയിരുത്തൽ. KSEB ഉന്നതതല യോഗം നാളെ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. നിരവധി പേർക്ക് ഇന്നും സൂര്യാഘാതമേറ്റു. വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞു പോര്. KSU സമരത്തിൽ സതീശപക്ഷത്തിന്റെയും KC പക്ഷത്തിന്റെയും വെവ്വേറെ പ്രതിഷേധ പരിപാടികൾ. ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ്. വിലക്കേണ്ടത് മാധ്യമ ചർച്ചകളെയെന്നും ചെന്നിത്തലയുടെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും KPCC അധ്യക്ഷൻ. PR വർക്കുകൾ പരിധി വിടരുതെന്ന് K മുരളീധരൻ. ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് വ്യാപാരവും ലഹരിമരുന്ന് ദുരുപയോഗവും കർശനമായി തടയുന്നതിനായി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ തയ്യാറാക്കിയ പരിഷ്കരിച്ച നിയമത്തിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം. ലഹരിക്കടത്ത് നടത്തുന്നവർക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ശിക്ഷകളാണ് പുതിയ നിയമത്തിൽ ഉള്ളത്. ഇറക്കുമതി, കയറ്റുമതി, കൈമാറ്റം എന്നിവയിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഇനി മുതൽ നിലവിൽ വരിക. പുതിയ നിയമമനുസരിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ, അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങൾ, ലൈസൻസ് ഉള്ള ആശുപത്രികൾ, ഫാർമസികൾ തുടങ്ങി 6 നിശ്ചിത വിഭാഗങ്ങൾക്ക് മാത്രമേ ലഹരി അംശമുള്ള മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ അനുമതിയുള്ളൂ. ഇത്തരം മരുന്നുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഫാർമസികൾക്കായിരിക്കും. ആരോഗ്യ മന്ത്രാലയത്തിന് രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഇത്തരം വസ്തുക്കൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. രോഗികൾക്ക് ലഹരി അംശമുള്ള മരുന്നുകൾ നൽകണമെങ്കിൽ ഡോക്ടറുടെ പ്രത്യേക കുറിപ്പടി നിർബന്ധമാണ്. ഈ കുറിപ്പടിക്ക് 3 ദിവസ കാലാവധി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രോഗികൾക്ക് അനുവദിച്ച മരുന്നുകൾ മറ്റൊരാൾക്ക് കൈമാറുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി പരിഗണിക്കും. ലഹരിക്കടത്ത് നടത്തുന്നവർ, കൃഷി ചെയ്യുന്നവർക്കും വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാം. ഇതിനു പുറമെ 5 ലക്ഷം റിയാൽ വരെ പിഴയും ഒടുക്കേണ്ടി വരും. അമൃത ന്യൂസ്, സൗദി. കുവൈറ്റിൽ ഫിലിപ്പീനോ ഗാർഹിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സ്വദേശി പൗരന് 14 വർഷത്തെ തടവ് ശിക്ഷ. കഴിഞ്ഞ വർഷം സഅദ് അൽ അബ്ദുള്ള പ്രദേശത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം വീട്ടിലെ പൂന്തോട്ടത്തിൽ കുഴിച്ചുമൂടുകയും ചെയ്തുവെന്നാണ് കേസ്. തൊഴിലാളിയുടെ തിരോധാനത്തെ തുടർന്ന് സുഹൃത്തുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് കുറ്റകൃത്യം തെളിഞ്ഞത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രതിയുടെ പിതാവ്, സഹോദരൻ, ഭാര്യ എന്നിവർക്ക് ക്രിമിനൽ കോടതി 1 വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച് ഇറാൻ. ഹോർമുസ് തുറക്കാമെന്നും ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു. പാകിസ്ഥാനിലെയും ഒമാനിലെയും സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തി. 2 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കത്തിലാണ് ഇറാൻ. ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ സന്നദ്ധരാണെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് മതിയെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചു.
ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനു ശേഷം മാത്രം ആണവശേഖരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്ന നിലപാടിലാണ് ഇറാൻ. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ കൈമാറിയത്. ഒമാനുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. തടഞ്ഞുവെച്ച നാവികരുടെ മോചനവും ചർച്ചയായി. ഒമാനെ ഇറാന്റെ ഉറ്റ സുഹൃത്തായി വിശേഷിപ്പിച്ച അരാഗ്ചി യുദ്ധസമയത്ത് ഒമാൻ സ്വീകരിച്ച നിലപാടുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒമാനിലെ ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തി. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അബ്ബാസ് അരാഗ്ചി ചർച്ചകൾ നടത്തും. റഷ്യയുമായി ഇറാന് അടുത്ത ബന്ധമാണെന്ന് അരാഗ്ചി വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായെങ്കിലും അമേരിക്കയുടെ തെറ്റായ സമീപനങ്ങളും അമിതമായ ആവശ്യങ്ങളും കാരണം ലക്ഷ്യം കാണാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർ ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പാക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെന്നും അരാഗ്ചി അറിയിച്ചു. അതിനിടെ പാകിസ്ഥാൻ വഹിക്കുന്ന മധ്യസ്ഥതയെ ചോദ്യം ചെയ്ത് ഇറാനിയൻ പാർലമെന്റ് അംഗം ഇബ്രാഹിം റസായി രംഗത്തെത്തി. പാകിസ്ഥാൻ ഒരിക്കലും നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും അവർ എപ്പോഴും അമേരിക്കൻ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ ഇറാന്റെ നല്ലൊരു അയൽരാജ്യവും സുഹൃത്തുമാണെങ്കിലും ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ വിശ്വാസ്യത അവർക്കില്ലെന്നും റസായി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നു. പ്രാദേശിക തലങ്ങളിൽ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിന് KEC പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ഇതിനിടെ പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലാത്തതിനാൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനായില്ല. തുടർ നടപടി സ്വീകരിക്കാൻ നാളെ ഉന്നതതല യോഗം ചേരും. ലോഡ് ഷെഡിംഗ് അല്ല, ഉത്പാദനം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കീഴിൽ ആ കപ്പാസിറ്റികൾ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി ആവർത്തിക്കുമ്പോഴും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ് KEC. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പായില്ല. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ലഭ്യമല്ലെന്നാണ് മറുപടി. ഇന്നലെയാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി വാങ്ങാനായി അനുമതി നൽകിയത്. ദേശീയ തലത്തിൽ ആവശ്യകത വർദ്ധിച്ചതാണ് വൈദ്യുതി ക്ഷാമത്തിന് കാരണമായി മാറിയത്. ഇന്ന് വൈകിട്ട് ചേർന്ന ബോർഡിന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്താനായി നാളെ വീണ്ടും ഉന്നതതല യോഗം ചേരും. ഊർജ്ജ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. പ്രതിസന്ധി പരിഹരിക്കാനുള്ള തുടർ നടപടികൾ നാളെ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നതിനാൽ പ്രാദേശിക തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് KEC. പ്രാദേശിക തലത്തിൽ പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ലോഡ് കൂടുന്നതിനനുസരിച്ചുള്ള നിയന്ത്രണമായാണ് KEC വിലയിരുത്തുന്നത്. സാധ്യമായ സമയത്ത് SMS വഴി മുൻകൂട്ടി ഇക്കാര്യം അറിയിക്കും. ഓവർലോഡ് ആകുമ്പോൾ മുൻകൂട്ടി അറിയിക്കാനാകാതെ തനിയെ വൈദ്യുതി ഓഫാകുന്ന സാഹചര്യമുണ്ടെന്നും KEC അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രി ടോഡ് മക്ലെ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര കരാർ വളർച്ചയുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾക്ക് പിറകെ ഇന്ത്യ ന്യൂസിലാൻഡുമായും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വാണിജ്യമന്ത്രി ടോഡ് മക്ലെ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. $20 ബില്യൺ നിക്ഷേപ പദ്ധതിയാണ് കരാറിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, യുവാക്കൾ, സംരംഭകർ എന്നിവർക്ക് കരാർ ഗുണം ചെയ്യുമെന്നും കൂടുതൽ നിക്ഷേപം ഇന്ത്യയിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. The signing of the India-New Zealand Free Trade Agreement reflects our strengthening economic partnership and a convergence of values, trust, and shared ambition between two vibrant democracies. കരാർ പ്രകാരം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലാൻഡിൽ 100% നികുതി ഇളവ് ലഭിക്കും. മരുന്ന്, വസ്ത്രം ഉൾപ്പെടെ 8000-ലധികം ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി ഇളവ് ലഭ്യമാവുക. ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് 95% നികുതി ഇളവ് നൽകും. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യാ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തും. ന്യൂസിലാൻഡുമായുള്ള വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും കരാറിലൂടെ വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
വിലക്കുകൾ ലംഘിച്ച് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് മുന്നേറുന്നു. KSU സമരത്തിൽ പോലും സതീശ പക്ഷവും KC പക്ഷവും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ചേരിതിരിഞ്ഞുള്ള നേതാക്കന്മാരുടെ ശക്തി പ്രകടനത്തിലും പ്രതിച്ഛായ മത്സരത്തിലും കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. സ്ഥാപനങ്ങൾക്കെതിരെയും സോഷ്യൽ മീഡിയ പോരാട്ടത്തിനെതിരെയും ഹൈക്കമാൻഡും KPCCയും നിരന്തരം വിലക്കേർപ്പെടുത്തിയിട്ടും ചേരിപ്പോര് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പ്രതിഷേധ സമരങ്ങളിൽ പോലും അനുയായികൾ ചേരിതിരിഞ്ഞ് വ്യത്യസ്ത സമരങ്ങളുമായി രംഗത്ത് വരുന്നതും കാണുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ മലപ്പുറത്ത് VD സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളും ഒരേ സമയം പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നേതാക്കന്മാരെ പുകഴ്ത്തി അനുഭാവികൾ രംഗത്ത് വരുന്നതും ഡോക്യുമെന്ററികളും വീഡിയോകളും പുറത്തിറക്കുന്നതും സജീവമായി തുടരുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള പരസ്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നതും വലിയ ചർച്ചയായി. എന്നാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും. MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് പാർട്ടിയുടെ സാധാരണ രീതിയെന്ന് VM സുധീരൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഏതൊക്കെ രീതിയിലാണോ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് കോൺഗ്രസിന് ഒരു പുതുമയുള്ള കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ജനാഭിലാഷം മനസ്സിലാക്കി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് മുൻമന്ത്രി K. ബാബു പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നേതാക്കന്മാരുടെ തമ്മിൽ തല്ലിനെ പരിഹസിച്ചാണ് K. മുരളീധരൻ രംഗത്ത് വന്നത്. ഒഴിവുകാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ UDF. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്ത കളക്ടർ സ്വന്തം കുറ്റം മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും UDF നേതൃത്വം ആരോപിച്ചു. ജില്ലാ കളക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. പേരാമ്പ്ര മെറ്റീരിയൽസ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് UDF ആക്ഷേപം. തൻ്റെ നേരെ വിരൽ ചൂണ്ടലും നടപടിയും വരുന്നു പറഞ്ഞപ്പോൾ തെറ്റു ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കളക്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനും തയ്യാറായിട്ടില്ലെന്ന് UDF ആരോപിക്കുന്നു. കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ക്രമക്കേടിന് ശ്രമം നടന്നു എന്നാണ് UDFന്റെ പരാതി. 10 പേരാണ് മെറ്റീരിയൽസ് റൂമിൽ കയറിയത്. 3 മണിക്കൂർ എന്താണ് ഇവിടെ നടന്നതെന്നതിൽ സംശയമുണ്ട്. ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പരിശോധിക്കണം. സംഭവ സമയത്ത് കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യവും സംശയാസ്പദമാണ്. കളക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കളക്ടറാണ് ഇതിന് ശരിയായ മറുപടി പറയേണ്ടത്. ആ കളക്ടർക്കെതിരെ ഇനി നടപടിയുമായി മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിയമ നടപടിയിലൂടെ കളക്ടറുടെ ഈ മൗനം അല്ലെങ്കിൽ കളക്ടർ ഇതിൽ നടപടിയെടുക്കാത്തത് തീർച്ചയായും ഞങ്ങൾ ചോദ്യം ചെയ്യും. 8 മണ്ഡലങ്ങളിലെ VVPAT എണ്ണണമെന്നാണ് UDFന്റെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഓരോ ബൂത്തിലും സംശയകരമായ റിസൾട്ട് ഉണ്ടാകുന്ന പക്ഷം അവിടെ VVPAT എണ്ണണം എന്നുള്ള ഉദ്ദേശം, ഒരു ഡിമാൻഡ് ഞങ്ങളുടെ ബൂത്ത് കൗണ്ടിംഗ് ഏജന്റുമാർ ആ സ്ഥലത്ത് വെച്ച് തന്നെ അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ജില്ലാ കളക്ടറുടെ തെറ്റ് മറച്ചുവെക്കാനാണെന്നും UDF ആരോപിച്ചു. വരും ദിവസങ്ങളിൽ UDF നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും UDF ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. 142 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. കൊണ്ടും കൊടുത്തും കടുത്ത പ്രചരണമാണ് സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയത്. 2ാം ഘട്ടത്തിൽ കൊൽക്കത്ത, ഹൗറ, നോർത്ത്, സൗത്ത് 24 പർഗാനാസ്, ഹുഗ്ലി തുടങ്ങി 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങി പ്രമുഖർ 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്.
സൗദിയിൽ 1414 പുരാവസ്തു ചരിത്ര കേന്ദ്രങ്ങളെ കൂടി ദേശീയ പൈതൃക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതായി ഹെറിറ്റേജ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രങ്ങൾ സൗദിയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. പുതുതായി അംഗീകരിക്കപ്പെട്ട പട്ടികയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് റിയാദ് മേഖലയിൽ നിന്നാണ്. 525 ഇടങ്ങളാണ് ഇവിടെ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുവൈറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഉടൻ തന്നെ പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചേക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ നിർത്തിവെച്ച വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. ജസീറ എയർവേസ്, കുവൈറ്റ് എയർവേസ് എന്നീ ദേശീയ വിമാന കമ്പനികൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. എന്നാൽ എയർ ഇന്ത്യ ഉൾപ്പെടെ നിരവധി വിമാന കമ്പനികൾ പ്രവർത്തനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് വ്യോമയാന അധികൃതരിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കമ്പനികൾക്ക് പരിമിതമായ തോതിൽ വിമാന സർവീസുകൾ നടത്താൻ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഘട്ടം ഘട്ടമായി പൂർണ്ണശേഷിയിലേക്ക് പ്രവർത്തനം പുനരാരംഭിക്കുവാനാണ് അധികൃതരുടെ നീക്കം. കുവൈറ്റിലെ ആരോഗ്യരംഗത്തെ വിദഗ്ധരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 9ാമത്തെ ശാഖയായ സൂപ്പർ മെഡിക്കൽ കെയർ മഹബൂലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മഹബൂല ബ്ലോക്ക് 2 സ്ട്രീറ്റ് 10-ൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ പുതിയ ആരോഗ്യ കേന്ദ്രം പ്രദേശവാസികൾക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ചികിത്സാ സേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുക. 2026 മെയ് 1-നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സംഭാവനകളെ ആദരിക്കുന്ന തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചാണ് ഇത് തുടക്കം കുറിക്കുന്നത്. പ്രവാസി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയോടെയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ സേവനം ലഭ്യമായിരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ആകർഷകമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 1 മുതൽ മെയ് 31 വരെ എല്ലാ ഡോക്ടർമാരുടെയും കൺസൾട്ടേഷൻ ഫീസ് വെറും 1 കുവൈറ്റി ദിനാർ മാത്രമായിരിക്കും. കനത്ത ചൂടിൽ പാമ്പ് ഭീതി ഒഴിയാതെ സംസ്ഥാനം. ഇന്ന് വിവിധ ജില്ലകളിൽ 8-ലധികം പേർക്കാണ് പാമ്പ് കടിയേറ്റത്. അതേസമയം ഒരു വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ വരെ പിടികൂടിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ, കണ്ണിപ്പോയിൽ സ്വദേശി അഞ്ജലി എന്നിവർക്കാണ് പാമ്പ് കടിയേറ്റത്. ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അഞ്ജലിയെ ശംഖുവരയൻ പാമ്പാണ് ശുചിമുറിയിൽ കടിച്ചത്. അതേസമയം കുറ്റ്യാടിയിൽ രമേശൻ എന്ന ആളുടെ വീടിനുള്ളിൽ നിന്നും 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെയാണ് പിടികൂടിയത്. തൃശൂർ ഇരിഞ്ഞാലക്കുട കാറോത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. വെളിയപ്പറമ്പിൽ വീട്ടിൽ പ്രസീതയെ വീട്ടിൽ പുല്ലു പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. താനിശ്ശേരി കനാൽ ബണ്ടിന് സമീപത്ത് വെച്ചാണ് നടപ്പറമ്പ് സ്വദേശിയായ സനീഷ് എന്നയാൾക്ക് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ സനീഷ് ജോലി സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനായി താണിശ്ശേരിയിലെത്തിയതായിരുന്നു. 2 പേരും ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം ചെറിയൻകീഴിൽ വയോധികനാണ് പാമ്പ് കടിയേറ്റത്. മലപ്പുറത്ത് എടപ്പാളിൽ ചിറക്കൽ വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ ഷെഹല തസ്നിനാണ് പാമ്പിന്റെ കടിയേറ്റത്. രാവിലെ കുഞ്ഞുമായി അലക്കുകല്ലിന് സമീപത്തേക്ക് വരുന്നതിനിടെയാണ് സംഭവം. ആന്റിവനം നൽകിയ യുവതി ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാസർകോട് എളേരിത്തട്ടിൽ കുറുവാട്ടെ ശരത് അജിത ദമ്പതികളുടെ മകൾ 4 വയസ്സുകാരി ഋതുചന്ദ്രയ്ക്കാണ് കളിക്കുന്നതിനിടെ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുമുണ്ട്. എറണാകുളം മൂവാറ്റുപുഴയിൽ വീടിന്റെ അടുക്കളയിൽ ഇര വിഴുങ്ങിക്കിടന്ന മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച പാമ്പിനെ വനപാലകർക്ക് കൈമാറി. പത്തനംതിട്ട ഇളക്കൊല്ലൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടുപരിസരത്തു നിന്നും പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. തുടർച്ചയായി ഇവിടെ പാമ്പിന്റെയും പെരുമ്പാമ്പിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ ഒലിയപ്പുറത്ത് ചക്ക വീണ് മൂർഖൻ പാമ്പ് ചത്തു. വീട്ടുകാർ മുറ്റത്തിന് സമീപം 4 ചക്കകൾ വീണുകിടക്കുന്നത് കണ്ടെടുക്കാനെത്തിയപ്പോഴാണ് പാമ്പിന്റെ തലയിൽ ചക്ക വീണ നിലയിൽ കണ്ടത്. അതേസമയം കൂത്താട്ടുകുളത്ത് മൂർഖൻ പാമ്പിനെ പിടികൂടി. മാരുതി ജംഗ്ഷൻ മാതാളിയിൽ രുക്മിണി എന്നയാളുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആം ആദ്മി പാർട്ടി വിട്ട രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 അംഗങ്ങളുടെ BJP ലയനം അംഗീകരിച്ച് രാജ്യസഭാ സെക്രട്ടേറിയറ്റ്. MP-മാരെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മി പാർട്ടിയുടെ കത്ത് തള്ളിക്കൊണ്ടാണ് നടപടി. ഇതോടെ രാജ്യസഭയിൽ BJPയുടെ അംഗങ്ങളുടെ എണ്ണം 113 ആയി.
ആം ആദ്മി വിട്ട് BJPയിൽ ലയിക്കാനുള്ള 7 അംഗങ്ങളുടെ അപേക്ഷ ചെയർമാന്റെ അനുമതിയോടെ രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, വിക്രം സാനി, സ്വാതി മലിവാൾ എന്നിവരെ BJP പട്ടികയിൽ ഉൾപ്പെടുത്തി. രാഘവ് ചദ്ദ ഉൾപ്പെടെ പാർട്ടി വിട്ട അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആം ആദ്മിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നടപടി. ആം ആദ്മിയുടെ 2/3 ഭൂരിപക്ഷം അംഗങ്ങളും ഒരുമിച്ച് BJPയിൽ ലയിക്കുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ലെന്ന് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. ഇതോടെ രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം 113ഉം NDAയുടേത് 148ഉമായി വർദ്ധിച്ചു. ആം ആദ്മി അംഗങ്ങളുടെ എണ്ണം 3ആയി കുറഞ്ഞു. അതേസമയം MP-മാർ പാർട്ടി വിട്ടതിന് പിറകെ ആം ആദ്മിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പഞ്ചാബിൽ നിന്ന് മന്ത്രിമാരുൾപ്പെടെ കൂടുതൽ നേതാക്കൾ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി നേതാക്കളുമായി അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൃശൂരിൽ പൂരങ്ങളുടെ പൂരം കൊടിയിറങ്ങി. ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായി. പ്രതിസന്ധികൾക്കിടയിൽ നടന്ന പൂരം ആവേശത്തോടെയാണ് അവസാനിച്ചത്. ഇനി അടുത്ത പൂരക്കാലത്തേക്കുള്ള കാത്തിരിപ്പാണ്. ഇനി അടുത്ത പൂരക്കാലത്ത് കാണാമെന്ന ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തി കുറിച്ചു. പാണ്ടിമേളത്തോടെ ആരംഭിച്ച ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് 12:30യോടെയാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത്. തിടമ്പേറ്റിയ കൊമ്പന്മാർ ശ്രീമൂലസ്ഥാനത്തെത്തിയപ്പോൾ ഭഗവതിമാർ മുഖാമുഖം നോക്കി. പിന്നീട് അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഉപചാരം ചൊല്ലി. മുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ ആശങ്കകളോടെയാണ് പൂരം ആരംഭിച്ചത്. പൂരവിളംബരവും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും പൂരപ്രേമികളുടെ ആവേശം കാണിച്ചു തന്നു. പൂരം കൊടിയിറങ്ങുന്ന ദിനത്തിൽ ശ്രീമൂലസ്ഥാനത്ത് 10,000 അണിനിരന്നു. ഉപചാരത്തെ ആരവത്തോടെ ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ ഏറ്റെടുത്തത്. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്ന് പൂരത്തിന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. കുടമാറ്റം അരമണിക്കൂറിലേക്ക് ചുരുക്കിയിരുന്നു. എന്നാൽ ചടങ്ങുകൾക്കൊന്നും ഭംഗം വന്നില്ല. പ്രധാന ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തവും കണ്ടു. ഇനി അടുത്ത പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. ഏപ്രിൽ 17-നാണ് അടുത്ത തൃശൂർ പൂരം. പ്രതിസന്ധികൾക്കിടയിലും ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ശുഭപര്യവസാനം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇനി കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും അടുത്ത പൂരക്കാലത്തിനായി. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ഗൃഹപ്രവേശം നടന്നു. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെ ഗൃഹപ്രവേശനമാണ് ഇന്ന് നടന്നത്. പുനരധിവാസത്തിന്റെ ഭാഗമായി 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽ ഫെബ്രുവരി 28-ന് കൈമാറിയിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷയും തിരഞ്ഞെടുപ്പും കാരണം കുടുംബങ്ങൾ താമസം നീട്ടിവെക്കുകയായിരുന്നു. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്തു. ഗൃഹപ്രവേശമാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഉള്ളത്. അതായത് അവർക്ക് ഏറ്റവും മനോഹരമായ സൗകര്യം. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ 3 കിടപ്പുമുറികളും സിറ്റ്-ഔട്ടും ലിവിംഗ് റൂമും ഉൾപ്പെടുന്നതാണ് ഓരോ വീടും. വീടിനുള്ളിൽ പൊതു ശുചിമുറിയും കിടപ്പുമുറിയോട് ചേർന്ന് മറ്റൊരു ശുചിമുറിയുമുണ്ട്. 2ാം നില നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യവും ഓരോ വീടുകൾക്കുമുണ്ട്. കുടുംബങ്ങളുടെ സ്വകാര്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർ പ്രദേശത്തേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മുട്ടിൽ മേപ്പാടി റോഡിനോട് ചേർന്നാണ് വീടുകൾ നിർമ്മിച്ചത്. 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. അഭിമാന നേട്ടവുമായി കണ്ണൂർ അമൃത വിദ്യാലയം. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയത്തിനൊപ്പം വിദ്യാർത്ഥികൾ ഉന്നത വിജയവും കരസ്ഥമാക്കി. പാഠ്യേതര വിഷയങ്ങൾക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി മികച്ച വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയാണ് ഈ മാതൃകാ സ്ഥാപനം. പഠനത്തോടൊപ്പം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇത്തവണയും 100 വിജയമാണ് കണ്ണൂർ അമൃത വിദ്യാലയത്തിന്. പരീക്ഷ എഴുതിയ 35 വിദ്യാർത്ഥികളിൽ 13 പേർ 90% മുകളിലും 15 പേർ ഡിസ്റ്റിങ്ഷനും 7 പേർ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി.
97.8% മാർക്ക് നേടി ഇന്ദ്രജ ശ്രീജിത്ത് ഒന്നാമതായി. നല്ല പഠനാന്തരീക്ഷമാണ്. ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇവരെല്ലാം എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിയുന്നതിന് നല്ല സന്തോഷമുണ്ട്. ആദിത്യദേവ് PK രണ്ടാം സ്ഥാനവും 97% മാർക്ക് നേടി നിഹാരിക നിർമ്മൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇംഗ്ലീഷിലും സാമൂഹ്യശാസ്ത്രത്തിലും സാരംഗ് രാജുവും സംസ്കൃതത്തിൽ ഇന്ദ്രജയും സാമൂഹ്യപാഠത്തിൽ ദേവനന്ദും മുഴുവൻ മാർക്കും സ്വന്തമാക്കി. വൈഭവ് അശോക്, സാരംഗ് രാജ്, ദേവനന്ദ് K, അന്വയ്, ആരുഷി കൃഷ്ണ, ഹൃദുൽ, കൗശിക്, മാനവ് കൃഷ്ണ, മീനാക്ഷി സരീഷ്, ആതിര മനോജ് എന്നിവർ 90% മുകളിൽ മാർക്ക് നേടി. കുട്ടികളുടെ എഫേർട്ടും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയധികം മാർക്സ് വാങ്ങിക്കാൻ സാധിച്ചതെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ അമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും സ്കൂളിനും കുട്ടികൾക്കും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയുള്ള പഠനത്തിന് പുറമെ അക്കാദമിക് മെന്ററുടെ മാർഗനിർദ്ദേശങ്ങളും വിജയനിലവാരം ഉയർത്താൻ സഹായകരമായി. ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, കുട്ടികളുടെ വർക്ക്, പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാം കൂടിയാണ് റിസൾട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഹെഡ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ട്, അക്കാഡമിക് മെൻറ്റർ ഉണ്ട്. എല്ലാറ്റിലും ഉപരിയായിട്ട് അമ്മയുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ട് ഓരോ അമൃത വിദ്യാലയത്തിലും. അവിടുത്തെ സ്റ്റാഫ് കുട്ടികൾ അമ്മയുടെ കരവലയത്തിലാണ്, ആ മടിത്തട്ടിലാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും സേഫാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും കായിക പരിശീലനത്തിനും മികച്ച പിന്തുണയാണ് സ്ഥാപനം നൽകുന്നത്. തൊഴിലധിഷ്ഠിതവും സാങ്കേതിക നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ കർമ്മ പദ്ധതികളും വിദ്യാലയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. IPL-ൽ തോളിനേറ്റ പരിക്കിനെ തുടർന്ന് പുറത്തായ ന്യൂസിലാൻഡ് സ്പിന്നർ മിച്ചൽ സാന്റ്നർക്ക് പകരക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ ഇടംകയ്യൻ സ്പിന്നർ കേശവ് മഹാരാജിനെ മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തു. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ബൗണ്ടറിയിൽ ക്യാച്ചിന് ശ്രമിക്കുന്നതിനിടെയാണ് സാന്റ്നർക്ക് പരിക്കേറ്റത്. ഈ സീസണിൽ 4 മത്സരങ്ങളിൽ നിന്ന് 5 വിക്കറ്റുകൾ മിച്ചൽ വീഴ്ത്തിയിരുന്നു. രാജ്യാന്തര തലത്തിൽ മികച്ച റെക്കോർഡുള്ള മഹാരാജ് 208 T20 ഇന്നിംഗ്സുകളിൽ നിന്നായി 191 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.